ഇന്ത്യയുടെ അഭിമാനമാണ് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസി ISRO. അതുപോലെ അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസ ഒരുപക്ഷെ ലോകത്തിന്റെ തന്നെ അഭിമാനമാണ്. ബഹിരാകാശത്തേക്കുള്ള വാതിൽ ലോകത്തിനു മുന്നിൽ തുറന്നിട്ട ഒരു സംഘടനയാണ് നാസ. ഇപ്പോൾ ISROയും നാസയും ലോകത്തിലെ ആദ്യത്തെ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ്. ഏറ്റവും അഭിമാനകരമായ മറ്റൊരു സവിശേഷത, ഈ ഉപഗ്രഹം ISROയും നാസയും ചേർന്നാണ് ഡെവലപ്പ് ചെയ്തതെങ്കിലും അത് വിക്ഷേപിക്കുന്നത് ഇന്ത്യയുടെ സ്വന്തം GSLV Mk2വിലാണ്. 2016 സെപ്റ്റംബർ 30 ടൊറന്റോയിൽ ഒപ്പുവെച്ച ഒരു കരാർ പ്രകാരമാണ് ഈ നിസാറിൻ്റെ നിർമ്മാണ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്കും എല്ലാം ഔദ്യോഗികമായി അംഗീകാരമായത്. ജൂലൈ 30 ഇന്ത്യൻ സമയം വൈകുന്നേരം 5:40 നിസാർ ഉപഗ്രഹവും വഹിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ GSLV വിക്ഷേപണ വാഹനം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ചരിത്രത്തിലേക്ക് തന്നെയാണ് കുതിച്ചുയരുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രോയും നാസയും ചേർന്ന് ഇത്രയും ചിലവേറിയ ഒരു ഉപഗ്രഹം വികസിപ്പിച്ചെടുത്തത്? അതിന്റെ കാരണങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ലോകത്തിലെ ആദ്യത്തെ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റാണ് നിസാർ. നാസ ഇസ്രോ സിന്തറ്റിക് അപ്പച്ചർ റഡാർ നിസാർ. ഇരട്ട ഫ്രീക്വൻസിയിൽ ഏറ്റവും നവീനമായ റഡാർ സാങ്കേതിക വിദ്യയിലാണ് നിസാർ പ്രവർത്തിക്കുന്നത്. ഇരട്ട ആവൃത്തി ഉപയോഗിക്കുന്ന ആദ്യത്തെ റഡാർ ഇമേജിംഗ് ഉപഗ്രഹമായിരിക്കും നിസാർ. വിദൂര സംവേദനം, ഭൗമനിരീക്ഷണം എന്നിവയ്ക്കും ഇത് ഉപയോഗിക്കും. ഭൂവൽക്കം പരിണമിച്ചുണ്ടായതിനെക്കുറിച്ചുള്ള ഏറ്റവും വ്യക്തമായ വിവരങ്ങൾ നിസാർ ശേഖരിക്കും. ഭൗമാന്തർഭാഗത്ത് നടക്കുന്ന സംവഹന പ്രവർത്തനങ്ങളെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും കൂടുതൽ വിശ്വസനീയമായ വിവരങ്ങൾ നൽകാൻ നിസാറിന് കഴിയും. കാട്ടുതീകളെയും മണ്ണിടിച്ചിലുകളെയും ഭൂകമ്പങ്ങളെയും അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളെയും പുഴകളുടെ ഒഴുക്കിനെയും കാടുകളെയും ഇതുവരെ സാധിക്കാത്ത തരത്തിൽ ഈ ഉപഗ്രഹത്തിലൂടെ ഒരുപക്ഷെ നിരീക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണത്തിലടക്കം നിസാർ ഒരു മുതൽക്കൂട്ടാണ്. കാലാവസ്ഥാ വ്യതിയാനമുണ്ടാക്കുന്ന മാറ്റങ്ങളെ അടുത്തറിയാനും സാധിക്കും. 12 ദിവസത്തെ ഇടവേളയിൽ ഭൂഗോളമാകെ രാപകൽ വ്യത്യാസമില്ലാതെ നിസാർ സ്കാൻ ചെയ്യും. ഉപഗ്രഹത്തിലെ 2 റഡാറുകളും ചേർന്ന് 3 വർഷത്തെ ദൗത്യ കാലയളവിൽ ഏകദേശം 80 ടെറാബൈറ്റ് ഡേറ്റയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു ദിവസം 512 GB 150 ഹാർഡ് ഡ്രൈവുകൾ നിറയ്ക്കാൻ ആവശ്യമായ ഡേറ്റയാണിത്. 5 വർഷം വരെ പ്രവർത്തിക്കാനുള്ള ഇന്ധനം ഉപഗ്രഹത്തിലുണ്ട്. 2016 സെപ്റ്റംബർ 30 ടൊറന്റോയിൽ ഒപ്പുവെച്ച കരാർ പ്രകാരമാണ് നിസാറിൻ്റെ നിർമ്മാണ നിയന്ത്രണ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗിക അംഗീകാരമായത്. ഇതുപ്രകാരം സ്പേസ് ക്രാഫ്റ്റിൻ്റെ നിർമ്മാണം, വിക്ഷേപണ വാഹനം, ഒരു S-ബാൻഡ് സിന്തറ്റിക് അപ്പച്ചർ റഡാർ എന്നിവയുടെ നിർമ്മാണ ചുമതല ISROയ്ക്കാണ്. സ്പേസ് ക്രാഫ്റ്റിൽ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സബ്സിസ്റ്റം, GPS റിസീവറുകൾ, റെക്കോർഡർ, ഡേറ്റ സബ്സിസ്റ്റം, പെലോഡ്, L-ബാൻഡ് സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നിവ നാസ നിർമ്മിച്ചു നൽകും. ഇന്ത്യയിൽ നിന്നായിരിക്കും പേടകം വിക്ഷേപിക്കുക. പേടകത്തിന്റെ നിയന്ത്രണം ISROയും നാസയും സംയുക്തമായി നിർവഹിക്കും. മൊത്തം ചെലവ് $1.5 ബില്യൺ കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നിസാർ ലോകത്തിലെ ഏറ്റവും ചിലവേറിയ എർത്ത് ഇമേജിംഗ് ഉപഗ്രഹമായിരിക്കുമെന്ന് കരുതപ്പെടുന്നു. ഉപഗ്രഹത്തിന്റെ വിക്ഷേപണ ചെലവ് മേൽപ്പറഞ്ഞതുപോലെ 13,000 കോടി രൂപയ്ക്ക് മുകളിലാണ്. നിസാർ ജൂലൈ 30 വൈകിട്ട് 5:30 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് GSLV F-16 റോക്കറ്റിൽ വിക്ഷേപിക്കും. ഭൂമിയിൽ നിന്ന് 747 കിലോമീറ്റർ അകലെ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലാണ് നിസാർ കൃത്രിമ ഉപഗ്രഹം നിലയുറപ്പിക്കാൻ പോകുന്നത്. 2400 കിലോഗ്രാം ഭാരമുണ്ട് നിസാർ ഉപഗ്രഹത്തിന്. ഈ തുക നാസയും ഇസ്രോയും പങ്കിടുന്നു. ISRO ഇതുവരെ വിക്ഷേപിച്ചതിൽ വെച്ച് ഏറ്റവും മുതൽ മുടക്കുള്ള ഉപഗ്രഹം കൂടിയാണ് നിസാർ. അത് മാത്രമല്ല 2 സാർ റഡാറുകളുള്ള ലോകത്തിലെ ആദ്യത്തെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ. ISROയുടെ S-ബാൻഡ് റഡാറും നാസയുടെ L-ബാൻഡ് റഡാറും നിസാർ ഉപഗ്രഹത്തിൽ ഉൾപ്പെടുന്നു. പകൽ രാത്രി വ്യത്യാസമില്ലാതെ ഏത് കാലാവസ്ഥയിലും ഭൂമിയുടെ ഓരോ ഇഞ്ചും അതിസൂക്ഷ്മമായി പകർത്താൻ നിസാർ സാറ്റലൈറ്റിനാകും. മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, ഭൂകമ്പം, സുനാമി, കാട്ടുതീ, ചുഴലിക്കാറ്റ്, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ പ്രകൃതി ദുരന്ത സാധ്യതകൾ, മഞ്ഞുപാളികളുടെ ചലനം, നദീതട തീരദേശ നിരീക്ഷണം, വനങ്ങളിലെ മാറ്റങ്ങൾ,
സസ്യജാലങ്ങളുടെ വളർച്ച തുടങ്ങിയവ വിലയിരുത്താനുള്ള ഡേറ്റയും പങ്കുവയ്ക്കും. ഭൂമിയിലെ മാറ്റങ്ങൾ കാരണം അപകടത്തിലാവുന്ന കെട്ടിടങ്ങളെക്കുറിച്ച് നിസാർ വിവരം നൽകും. ഇത് വലിയ അപകടങ്ങൾ കുറയ്ക്കാൻ കാരണമാകും. ലക്ഷ്യസ്ഥാനത്തേക്ക് റേഡിയോ സിഗ്നലുകൾ അയക്കുകയും പ്രതിഫലിച്ചു വരുന്ന തരംഗങ്ങളിലുണ്ടാകുന്ന ആന്തോളനങ്ങൾ കൃത്യമായി കണക്കുകൂട്ടിയുമാണ് ഭൂപ്രദേശത്തിൻ്റെ സമഗ്രമായ ചിത്രം നിർമ്മിക്കുന്നത്. ഇങ്ങനെ പ്രതിഫലിച്ചു വരുന്ന തരംഗങ്ങൾക്കുണ്ടാകുന്ന വേരിയേഷൻസ് അളക്കുന്നത് വഴി ഭൂകമ്പം, സുനാമി, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ പ്രതിഭാസങ്ങളെ മുൻകൂട്ടി കണ്ടെത്താൻ കഴിയും. മുൻകരുതലുകൾ എടുക്കാൻ അത് സഹായകമാകും. 2392 കിലോഗ്രാം ഭൂമിയിൽ നിന്ന് 743 കിലോമീറ്റർ ഉയരെയുള്ള സൺ സിങ്ക്രണൈസ്ഡ് ഭ്രമണപഥത്തിലാണ് ഉപഗ്രഹം എത്തുക. നാസയുടെ റഡാർ ഉപയോഗിച്ച് വലിപ്പമുള്ള വസ്തുക്കളുടെയും ISRO റഡാർ ഉപയോഗിച്ച് വലിപ്പം കുറഞ്ഞവയുടെയും ചിത്രമെടുക്കാം. ഇത്തരം 2 റഡാറുകൾ ഒരു ഉപഗ്രഹത്തിലെത്തുന്നത് ആദ്യം. റഡാറുകൾ ഭൂമിയിലേക്ക് അയച്ച മൈക്രോവേവ് തരംഗങ്ങളുടെ രൂപത്തിലുള്ള സിഗ്നലുകൾ പ്രതിഫലിച്ച് തിരികെ എത്തുമ്പോൾ സ്വീകരിക്കാൻ നാസയുടെ മെഷ് ആൻറ്റിനയുണ്ട്. ഇത് ISRO വികസിപ്പിച്ച ഉപഗ്രഹ പ്ലാറ്റ്ഫോമിലെ യന്ത്രക്കൈയാണുള്ളത്. ഒരു സമയം 242 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഭൂപ്രദേശം അതിസൂക്ഷ്മമായി നിരീക്ഷിക്കും. സൂര്യ കേന്ദ്രീകൃത ഭ്രമണപഥത്തിലാണ്, അതായത് സൺ സിങ്ക്രണസ് ഓർബിറ്റ്, അതിലാണ് പേടകത്തെ നിലനിർത്തുന്നത്. 3 വർഷമാണ് ദൗത്യകാലാവധി. സ്പേസ് ക്രാഫ്റ്റിന്റെ ഡിസൈനിങ് ISROയിലെ ശാസ്ത്രജ്ഞർ നേരത്തെ തന്നെ നിർവഹിച്ചിരുന്നു. നാസ ഈ ഡിസൈൻ അംഗീകരിച്ചിട്ടുമുണ്ട്. വിക്ഷേപിച്ചു കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായിരിക്കും നിസാർ എന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നാസയുടെ മേധാവിയായ ചാൾസ് ബോൾഡൻ 2014 നാസയുടെ മേധാവിയായിരുന്ന ചാൾസ് ബോൾഡൻ ISROയുടെ അഹമ്മദാബാദിലുള്ള സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിൽ സന്ദർശനം നടത്തിയപ്പോഴാണ് ഇത്തരമൊരു സംയുക്ത സംരംഭമെന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. നിസാറിലെ അനുബന്ധ ഉപകരണങ്ങൾ ഇവയാണ്. എൽ ബാൻഡ്, വൈദ്യുത കാന്തിക വർണ്ണരാജിയിലെ 4 വ്യത്യസ്ത വേവ് ബാൻഡുകളെയാണ് എൽ ബാൻഡ് എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത്. 40 മുതൽ 60 GHz വരെ, 1 മുതൽ 2 GHz വരെ, 1565 മുതൽ 1625 നാനോമീറ്റർ വരെ, അടുത്തത് 3.5 മൈക്രോമീറ്റർ വരെ എന്നിവയാണ് അവ. അതാണ് 4 വ്യത്യസ്ത വേവ് ബാൻഡുകൾ. അടുത്തതാണ് എസ് ബാൻഡ്. വിദ്യുത് കാന്തിക സ്പെക്ട്രത്തിൽ മൈക്രോവേവ് ബാൻഡിൻ്റെ ഒരു ഭാഗമാണ് എസ് ബാൻഡ്. 2 മുതൽ 4 GHz വരെ ആവൃത്തിയുള്ള റേഡിയോ തരംഗങ്ങളാണ് ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥാ പ്രവചനം, ജലഗതാഗതം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന റഡാർ ഫ്രീക്വൻസിക്ക് തുല്യമാണിത്. ഇത് കൂടാതെ വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ, സ്പേസ് ഷട്ടലുകൾ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്നിവയും ഇതേ ആവൃത്തിയിലുള്ള റേഡിയോ തരംഗങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. അടുത്ത 3-മത്തത് സിന്തറ്റിക് അപർച്ചർ റഡാർ, SAR. ഒരു ഭൂപ്രദേശത്തിൻ്റെ ചിത്രമെടുക്കാൻ ഉപയോഗിക്കുന്ന റഡാർ വകഭേദമാണ് സിന്തറ്റിക് അപർച്ചർ റഡാർ. വലിയൊരു ആന്റിനയുടെ സഹായത്തോടെയാണ് ഇത് സാധ്യമാകുന്നത്. പരമ്പരാഗത ബീം സ്കാനിംഗ് റഡാർ സംവിധാനത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു വസ്തുവിൻ്റെയോ ഭൂപ്രദേശത്തിൻ്റെയോ വളരെ വ്യക്തമായ ചിത്രങ്ങൾ നിർമ്മിക്കാൻ ഈ സങ്കേതം ഉപയോഗിച്ച് സാധിക്കും. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതലത്തിലാണ് സാധാരണയായി ഇത്തരം റഡാറുകൾ സ്ഥാപിക്കുന്നത്. വിമാനമോ കൃത്രിമ ഉപഗ്രഹമോ ആണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റഡാറിൻ്റെ, അതായത് സൈഡ് ലുക്കിംഗ് എയർബോൺ റഡാർ SLAR, അതാണ് ഇപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നവീന രൂപമാണ് സിന്തറ്റിക് അപർച്ചർ റഡാർ.